നമ്മൾ ഫ്ലിപ്പ് പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം ട്രൈ ചെയ്ത അല്ലെങ്കിൽ പഠിക്കാൻ ശ്രമിച്ച ഒരു കാര്യമായിരിക്കും കിപ്പ് അപ്പ് എന്ന് പറയുന്നത്. സോ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് കിപ്പ് അപ്പിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ട് വരുന്ന 5 മിസ്റ്റേക്കും കാര്യങ്ങളാണ്. സോ ഈ മിസ്റ്റേക്ക് നിങ്ങളുടെ കിപ്പ് അപ്പിൽ വരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ മിസ്റ്റേക്കോട് കൂടിയാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ നിങ്ങളുടെ കിപ്പ് അപ്പ് ഒരിക്കലും ലാൻഡായി കറക്റ്റായി പ്രോപ്പറായി നിൽക്കില്ല. സോ ഈ മിസ്റ്റേക്കുകൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അവോയ്ഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ വീഡിയോ മുഴുവനായിട്ടും കാണുക. പിന്നെ നമ്മുടെ കിപ്പ് അപ്പിൻ്റെ ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. അതുപോലെ തന്നെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം പോയിട്ട് ആ വീഡിയോ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. സോ നമ്മുടെ ആദ്യത്തെ മിസ്റ്റേക്കിലേക്ക് പോകാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഹാൻഡ് പൊസിഷനിങ് ആണ്. അതായത് നമ്മൾ കിപ്പ് അപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ കൈ ഒരു ഇമ്പോർട്ടൻറ്റ് ജോലി ഇവിടെ ചെയ്യുന്നുണ്ട്. നമ്മുടെ ബോഡിയെ എടുത്ത് പൊക്കി എറിയുക എന്നുള്ള കാര്യം. നമ്മൾ കിപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് കൈ പൊസിഷനിങ് കറക്റ്റ് അല്ല വെക്കുന്നതെങ്കിൽ നമ്മുടെ കൈക്ക് എത്രയാണോ പവർ ഉള്ളത്, ഈ പൊസിഷൻ തെറ്റിക്കഴിഞ്ഞാൽ ഈ പവറിൻ്റെ ഏകദേശം പകുതിയോളം അവിടെ നഷ്ടപ്പെടും. നമ്മൾ കൈ വെക്കുന്ന സമയത്ത് നമ്മളുടെ തലയോട് ചേർത്ത് ഷോൾഡറിൻ്റെ നേരെയായിട്ട് വെക്കാനായിട്ട് ശ്രമിക്കുക. ഇത് വൈഡായിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈയിൻ്റെ പവർ എത്രയാണോ അത് ഏകദേശം പകുതിയോളം കുറഞ്ഞു പോകും. അതുപോലെ തന്നെ ഇത് കിപ്പ് അപ്പിനെ നന്നായിട്ട് രീതിയിൽ ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയായിരിക്കും വന്ന് വീഴുക. രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലോഡിങ് ഓഫ് ലെഗ്. അതായത് ഞാൻ കിപ്പ് അപ്പ് പഠിക്കുന്നവരിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചൊരു കാര്യമാണ് കാല് ലോഡ് ചെയ്യുന്നത്. അതായത് കാല് ശരിക്കും ലോഡ് ചെയ്യുമ്പോൾ പഠിക്കുന്ന എല്ലാവരും ചെയ്യുന്നത് പകുതി വരെ ലോഡ് ചെയ്യുള്ളൂ, നമ്മൾ ഫുൾ പ്രോപ്പറായിട്ട് ലോഡ് ചെയ്യില്ല. അതായത് പകുതി വരെ ലോഡ് ചെയ്യുമ്പോൾ നമ്മുടെ കിപ്പ് അപ്പ് ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന പവർ എത്രയാണോ ഇതും ഏകദേശം പകുതിയോളം കുറഞ്ഞു കിട്ടും. നമ്മൾ ഫുൾ ലോഡ് കിട്ടുന്ന സമയത്ത് ആക്ച്വലി നല്ല സ്പീഡിൽ ഇങ്ങോട്ട് ത്രോ ചെയ്യാനും, അതായത് കാല് നന്നായിട്ട് ത്രോ ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ കിപ്പ് അപ്പിൻ്റെ ലാൻഡിങ്ങിൻ്റെ സ്പീഡ് വർദ്ധിപ്പിക്കാനും പറ്റും. സോ രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലോഡിങ് ഓഫ് ലെഗ്. മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഇതാരിലും അങ്ങനെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന മിസ്റ്റേക്ക് അല്ല, പക്ഷേ എന്നാൽ പോലും നമ്മുടെ കിപ്പ് അപ്പിന് ഏറ്റവും ഉപകരിക്കുന്ന ഒരു ചെറിയൊരു മിസ്റ്റേക്കും കൂടെയാണിത്. നമ്മുടെ ഹെഡിൻ്റെ മൂവ്മെൻറ്റ്. അതായത് നമ്മൾ കിപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മുകളിലേക്ക്, അതായത് ആകാശത്തിനെ ഫേസ് ചെയ്തുകൊണ്ടാണ് നിങ്ങളുടെ ഹെഡ് ഇരിക്കുന്നതെങ്കിൽ അത് നമ്മുടെ താഴോട്ടേക്ക്, അതായത് ഭൂമിയിലേക്ക് തന്നെ വലിച്ചെടുക്കാനായിട്ടുള്ള സാധ്യത ഏറെ കൂടുതലാണ്. സോ നമ്മുടെ ലാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കത് പ്രോപ്പറായിട്ട് ലാൻഡ് ചെയ്ത് ഫ്രണ്ടിലോട്ട് എണീച്ച് പോകാനായിട്ട് സാധിക്കില്ല. നമ്മുടെ കാലിൻ്റെ ഫോഴ്സും ഈ കൈയിൻ്റെ പവറും പോലെ ഇരിക്കും. നമ്മൾ ഈ മിസ്റ്റേക്കുകളൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ പഠിക്കുന്ന ഒരാളുടെ കുറിച്ചാണ്. അതായത് പഠിക്കുന്ന ഒരാളിന് നമുക്കിത് ഫുൾ ലോഡും ഫുൾ ഹാൻഡ് പവറും ഉപയോഗിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. അപ്പോൾ പഠിക്കുമ്പോൾ ആക്ച്വലി ഈ മിസ്റ്റേക്കുകളൊക്കെ തിരുത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും. സോ ഹെഡ് പൊസിഷനിങ് എപ്പോഴും നമ്മൾ സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട്, അതായത് നമ്മൾ ഈ ലോഡ് ചെയ്ത് കഴിഞ്ഞ് എണീറ്റ് ലാൻഡ് ആവുന്ന ആ പൊസിഷനിലേക്ക് എത്തുന്ന സമയത്ത് നമ്മുടെ ഹെഡ് എപ്പോഴും ഫോർവേഡായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വെക്കുക. ആ സമയത്ത് മാത്രമേ നമുക്ക് ഫോർവേഡായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ബാക്കോട്ടേക്ക്, താഴോട്ടേക്കാണ് ഈ ഒരു ഫോഴ്സ് വലിച്ചുകൊണ്ട് പോകാം. അപ്പോൾ ഒരിക്കലും നമ്മുടെ ലാൻഡിങ്ങിന് ചെറുതായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടും. നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലെഗ് ത്രോയിങ് പൊസിഷനാണ്. അതായത് ലെഗ് ത്രോ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും കിപ്പ് അപ്പ് ചെയ്യുന്ന സമയത്ത് ലെഗ് നന്നായിട്ട് ത്രോ ചെയ്യും. പക്ഷേ നമ്മൾ എറിയുന്ന പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ, അതായത് നമ്മളൊരു മാങ്ങയ്ക്ക് കല്ലെറിയാന്നുണ്ടെങ്കിൽ ആ മാങ്ങയ്ക്ക് ഉന്നം വെച്ചാലേ ആ മാങ്ങ വീഴുള്ളൂ. അതുപോലെ തന്നെയാണ് ത്രോ ചെയ്യുന്ന സമയത്ത് കറക്റ്റ് പ്രോപ്പറായിട്ടല്ല നിങ്ങൾ ത്രോ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ലോഡ് എടുക്കുന്നതുകൊണ്ട് വലിയ ഉപകാരമൊന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ലെഗ് ത്രോ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും നേർ മുകളിലേക്കോ അതുപോലെ തന്നെ നേർ ഫോർവേഡായിട്ടോ അല്ല ത്രോ ചെയ്യേണ്ടത്. ഇതിൻ്റെ നടുക്ക് വരുന്ന ഏകദേശം 45 ഡിഗ്രി ആംഗിളിലാണ് നമ്മൾ ലെഗ് ത്രോ ചെയ്യേണ്ടത്. നമ്മൾ നേർ മുകളിലേക്ക് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ അപ്വേർഡ് മൂവ്മെൻറ്റിലാണ് കൊണ്ടുപോവുക. അതുപോലെ തന്നെ നമുക്ക് ഭൂമിക്ക് തിരശ്ചീനമായിട്ട് ത്രോ ചെയ്യുന്ന സമയത്ത്, അതായത് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് ത്രോ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ഫോർവേഡ് മൂവ്മെൻറ്റുമാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് വേണ്ടത്. സോ ഏകദേശം ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് 45 ഡിഗ്രി ആംഗിളിലാണ് ത്രോ ചെയ്യേണ്ടത്. അങ്ങനെ ത്രോ ചെയ്യുന്ന സമയത്ത് അപ്വേർഡായിട്ടും ഫോർവേഡായിട്ടും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അഞ്ചാമത്തെ മിസ്റ്റേക്ക്, അതായത് ലാസ്റ്റ് ആൻഡ് ഫൈനൽ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മുടെ ഹിപ്പിൻ്റെ പൊസിഷനാണ്. ഹിപ്പിൻ്റെ പൊസിഷൻ നമ്മൾ കാല് ലോഡ് ചെയ്ത് ലാൻഡിങ്ങിലേക്ക് പോകുന്ന സമയത്ത് ആർച്ച് പൊസിഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലാൻഡിങ് മുട്ടുകാല് പോലും മടക്കാതെ കറക്റ്റ് നേരെ എഴുന്നേറ്റ് നിൽക്കാനായിട്ട് പറ്റും. എൻ്റെ തടി കാരണം എനിക്കപ്പോൾ അത് ഫ്ലെക്സിബിലിറ്റി കുറഞ്ഞുകൊണ്ട് വളയ്ക്കാനായിട്ട് കറക്റ്റ് പറ്റുന്നില്ല. സോ ഗൈസ്, ഇന്നത്തെ ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള 5 മിസ്റ്റേക്കുകളും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ പഠിക്കുമ്പോൾ തറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ചെയ്യാനായിട്ട് പറ്റും. സോ നമ്മുടെ ഈ കിപ്പ് അപ്പിൻ്റെ ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ക്ലിക്ക് ചെയ്താൽ മതി. ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ കമൻസൊക്കെ താഴെ കുറിച്ചോ. സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.